ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലൂക്കാസ്. ശത്രുക്കളെയും രാജ്യദ്രോഹികളെയും ശിക്ഷിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന പ്രസ്ഥാനമായി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ മാറിയെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ. ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യമാണ് മോദി ഭരണത്തിന്റെ കണ്ണിലെ കരടെന്നും പന്ന്യൻ. സൗമ്യയുടെ ഘാതകൻ ഗോവിന്ദച്ചാമിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെക്കുറിച്ചും പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ക്രിമിനൽ മാഫിയ ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കാൻ കോടതിയിൽ ഹർജി. ഇടതുപക്ഷം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തോറ്റിട്ടില്ലെന്നും മുന്നണിയാണ് തോറ്റതെന്നും കുഞ്ഞാലിക്കുട്ടി. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഭരണ ചുമതല കോർപ്പറേഷന് കൈമാറി. ആശുപത്രിയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ ഉടൻ നടപടിയെടുക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. വാട്സാപ്പ് നയമാറ്റം ഞായറാഴ്ച മുതൽ നിലവിൽ വരുന്നു. നയം അംഗീകരിക്കാത്തവർക്ക് വാട്സാപ്പിൽ തുടരാനാകില്ലെന്ന് സൂചന. തിരുവോണം ബമ്പർ ഫലമറിയാനുള്ളവരുടെ ആധിക്യം മൂലം ലോട്ടറി സൈറ്റ് തകർന്നു. ബമ്പറിൽ സർക്കാരിന് ലഭിച്ചത് 100 കോടിയോളം രൂപ. UDF സർക്കാരിന്റെ ഭരണകാലത്ത് മുസ്ലിം പൈതൃക പദ്ധതി ദിശമാറിപ്പോയെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക്. വീഴ്ചകൾ പരിഹരിച്ച് മുസ്ലിം പൈതൃക പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശത്രുക്കളെയും രാജ്യദ്രോഹികളെയും സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന പ്രസ്ഥാനമായി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ മാറിയെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ. ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യമാണ് മോദി ഭരണത്തിന്റെ കണ്ണിലെ കരടായി തീരുന്നതെന്നും പന്ന്യൻ തൃശൂരിൽ പറഞ്ഞു. AIYF ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തൃശൂർ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പന്ന്യൻ. ശത്രുക്കളെയും രാജ്യദ്രോഹികളെയും സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന പ്രസ്ഥാനമായി രാജ്യം ഭരിക്കുന്ന മോഡി സർക്കാർ മാറിയിരിക്കുന്നു. ഭരണഘടനയും രാജ്യത്തെ മതനിരപേക്ഷതയും തകർത്ത് ഭരണം നടത്തുന്ന മോദിയുടെ നേതൃത്വം രാജ്യത്ത് വർഗീയത വളർത്തുകയാണ്. ജനവിരുദ്ധ നിലപാടുകളിലൂടെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ശത്രുപക്ഷത്താക്കിയ മോദി സർക്കാർ യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രചരണം നടത്തുന്നത്. സാധാരണക്കാർക്കും ദളിതർക്കും പീഡനം മാത്രം സമ്മാനിക്കുന്ന കേന്ദ്ര സർക്കാർ മുതലാളിത്ത താൽപര്യം മാത്രം സംരക്ഷിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ജനങ്ങളെ വഞ്ചിച്ച് അധികാരത്തിലേറിയ മോദി സർക്കാർ ഭരണം നിലനിർത്താൻ രാജ്യത്തെ MLA-മാരെയും MP-മാരെയും വിലക്കെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ജനങ്ങളെ നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള വൻകിട മുതലാളിമാരുണ്ടല്ലോ, ആ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഭരിക്കുന്ന ഒരു ഭരണാധികാരി വർഗം, അതാണ് മോഡി ഗവൺമെന്റ്. ഇടതുപക്ഷ മുന്നണിക്ക് ആകെയുള്ള പച്ചത്തുരുത്ത് നിലവിൽ കേരളം മാത്രമാണ്. ഇതിന് കാരണം ഇടതു പാർട്ടികളുടെ ഐക്യമാണ്. ഇടതുപക്ഷ പാർട്ടികളുടെ ഈ ഐക്യം കണ്ണിലെ കരടായി മാറിയതുകൊണ്ടാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ BJP ദേശീയ സമ്മേളനം അടക്കമുള്ളവ കേരളത്തിൽ വെച്ച് നടത്തുന്നത്. ഫാസിസ്റ്റ് നിലപാടുകളുമായി ഭരണം നടത്തുന്ന BJPക്ക് രാജ്യത്തെ ഏക ബദൽ ശക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. ദളിതരുടെ പേര് പറഞ്ഞ് ജാതീയതയും വർഗീയതയും നടത്തുന്ന സവർണ മേധാവിത്വ BJP ഭരണത്തിനെതിരായ ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പന്ന്യൻ കൂട്ടിച്ചേർത്തു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. CN ജയദേവൻ MP, MLA-മാരായ അഡ്വക്കേറ്റ് K രാജൻ, ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, സ്വാഗത സംഘം കൺവീനർ P ബാലചന്ദ്രൻ, AIYF ജില്ലാ സെക്രട്ടറി T പ്രദീപ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു. ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് താളമേളങ്ങളുടെ അകമ്പടിയോടെ നഗരം ചുറ്റിവന്ന പ്രകടനം സമ്മേളന നഗരിയിൽ സമാപിച്ചു. TCV തൃശൂർ. സൗമ്യയുടെ ഘാതകൻ ഗോവിന്ദച്ചാമിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെക്കുറിച്ചും പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ക്രിമിനൽ മാഫിയ ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും കോടതിയിൽ ഹർജി. പൊതുപ്രവർത്തകനായ തമ്പി സുബ്രഹ്മണ്യന്റെ ഹർജി അനുസരിച്ചാണ് ഗോവിന്ദച്ചാമിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം P മോഹൻദാസ് ഉത്തരവിട്ടത്.
1 മാസത്തിനകം ഇതു സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാനായി സംസ്ഥാന വിജിലൻസ് ഡയറക്ടറോടും പോലീസ് മേധാവിയോടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ഗോവിന്ദചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലവും ക്രിമിനൽ മാഫിയകളുമായി ഗോവിന്ദചാമിയുടെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് BA ആളൂരിനുള്ള ബന്ധവും അന്വേഷണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ PD ജോസഫാണ് ഇത് സംബന്ധിച്ച ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. നേരത്തെ പോലീസ് അന്വേഷിക്കാതെ വിട്ടുകളഞ്ഞ ഗോവിന്ദചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലം പുതിയ സാഹചര്യത്തിൽ ഏറെ ചർച്ചയായി മാറിയ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വീണ്ടും അന്വേഷണ വിധേയമാക്കുന്നത്. ഗോവിന്ദചാമി കൊടും കുറ്റവാളിയാണെന്നും സംസ്ഥാനത്തിനകത്തും പുറത്തും ഗോവിന്ദചാമിയുടെ പേരിൽ 8ഓളം ക്രിമിനൽ കേസുകളുണ്ടെന്നും നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇയാൾക്ക് വേണ്ടി കേസ് നടത്തുന്നത് ആരെന്നും ഇയാളെ പുറത്തിറക്കേണ്ടത് ആരുടെ ആവശ്യമാണെന്നതും ഇന്നും ദുരൂഹമായി തുടരുകയാണ്. ഗോവിന്ദചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് വ്യത്യസ്ത പ്രചാരണങ്ങളാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. മുംബൈയിലെ പനവേൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭിക്ഷാടന മാഫിയയുടെ സൗത്ത് ഇന്ത്യൻ ഏജന്റായിരുന്നു ഗോവിന്ദചാമി എന്നാണ് ഒരു പ്രചാരണം. കേരളത്തിൽ മാത്രം കുട്ടികളും മുതിർന്നവരും രോഗികളും അല്ലാത്തവരുമൊക്കെയായി 10,000-ലധികം പേരാണ് ഭിക്ഷയെടുക്കുന്നത്. ഇവരുടെ മൊത്തം കളക്ഷൻ ഏകദേശം 50 ലക്ഷം രൂപയാണെന്ന് കാണാം. ഇതാണ് ഈ മാഫിയയുടെ ദിവസ വരുമാനം. ഇവരുടെ തൃശൂർ എറണാകുളം ഏരിയ ഇൻചാർജാണ് ഗോവിന്ദചാമി. കേരളത്തിലെ തീർത്ഥാടക കേന്ദ്രങ്ങളിലും ട്രെയിനിലുമെല്ലാം ഭിക്ഷാടനം നടത്തുന്ന 10,000-കണക്കിന് വരുന്ന നാടോടി സംഘങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാന ഏജന്റായതിനാലാണ് കോടികൾ കൊയ്യുന്ന ഈ ബിസിനസ് മാഫിയകൾ ഗോവിന്ദചാമിക്ക് വേണ്ടി രംഗത്തെത്തിയിട്ടുള്ളതെന്നും ഇത്തരം ഭിക്ഷാടകരെ പ്രോത്സാഹിപ്പിക്കരുതെന്നുമുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറുകയാണ്. അതേസമയം ഗോവിന്ദചാമി മതം മാറി ചാർലി എന്ന് പേര് സ്വീകരിച്ചിരുന്നതായും ആകാശപറവകൾ എന്ന സംഘടനയാണ് ഗോവിന്ദചാമിക്ക് വേണ്ടി രംഗത്തുള്ളതെന്നും പ്രചാരണമുണ്ടായിരുന്നു. എന്തായാലും സുപ്രീം കോടതിയിൽ നിന്നും വധശിക്ഷ ഒഴിവാക്കുന്നതിനായി ഗോവിന്ദചാമിയെ സഹായിച്ച ഗൂഢശക്തികൾ ആരെന്നത് സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. പോലീസിന്റെയും ബന്ധപ്പെട്ട ഏജൻസികളുടെയും അന്വേഷണത്തിൽ ഈ ദുരൂഹതകളുടെ ചുരുളഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് TCV. ഇടതുപക്ഷം അനുദിനം മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA പറഞ്ഞു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തോറ്റിട്ടില്ലെന്നും മുന്നണിയാണ് തോറ്റതെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. കുറച്ചുകാലം ഭരണം ഇല്ലാത്തതാണ് നല്ലതെന്നും മുസ്ലിം ലീഗ് ഇപ്പോഴും അന്തസ്സോടെയാണ് ഇരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൽ കരീം അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KK അഫ്സൽ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ്, ജനറൽ സെക്രട്ടറി EP ഖമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ ആശുപത്രിയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ ഉടൻ നടപടിയെടുക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഭരണ ചുമതല കോർപ്പറേഷന് കൈമാറുന്ന ചടങ്ങ് തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. ജില്ലാ ജനറൽ ആശുപത്രിയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കലും മറ്റ് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതും നിശ്ചിത കാലാവധിക്കകം പൂർത്തിയാക്കും. ബോർഡ് വെച്ചുകൊണ്ട് മാത്രവും അത് നശിപ്പിക്കാവുന്നത്. അതിനനുസൃതമായിട്ടുള്ള തസ്തികകൾ സൃഷ്ടിച്ച് അവരെ നിയമിച്ച് അതിനനുസൃതമായി അതിന്റെ പ്രവർത്തനത്തിലും ഘടനയിലും മാറ്റം വരുത്തുമ്പോഴാണ് ജില്ലാ ജനറൽ ആശുപത്രിയാവുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അത്തരത്തിലൊരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന കാര്യം ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ ഗവൺമെന്റ് ജനറൽ ആശുപത്രി എന്ന നിലയിൽ എന്തൊക്കെ ആവശ്യകതകളുണ്ടോ ആ ആവശ്യകതകളെല്ലാം പരിപൂർണമായും അതിന്റെ കാലാവധിക്കകത്ത് പൂർത്തീകരിക്കുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ തസ്തിക സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കടലാസുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ ജനറൽ ആശുപത്രിക്ക് തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എത്ര തുക വേണമെങ്കിലും നൽകാമെന്ന് VS സുനിൽകുമാർ ഉറപ്പു നൽകി. 5 കോടി വരുന്ന MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും ആവശ്യമായ തുക നൽകും. ജില്ലാ ജനറൽ ആശുപത്രിയുടെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ ആവശ്യമാണ്. ആശുപത്രികളെ എങ്ങനെ ജനകീയമാക്കാമെന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും ഇതിനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മേയർ അജിത ജയരാജൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ ജനറൽ ആശുപത്രിയിൽ എക്സ്റേ, ഫാർമസി ലാബ് എന്നിവയുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കുമെന്നും ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്നും മേയർ അറിയിച്ചു. ജില്ലാ ആശുപത്രിയുടെ സേവനം സുതാര്യമാക്കും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കും. രോഗികൾക്ക് ക്യാന്റീൻ സൗകര്യം ലഭ്യമാക്കും. അത്യാഹിത വിഭാഗം ആധുനികവൽക്കരിക്കും. ന്യൂറോളജി, യൂറോളജി, കാർഡിയോളജി തുടങ്ങി രോഗികൾക്ക് ആവശ്യമായ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ ആരംഭിക്കാൻ നടപടിയെടുക്കും. ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുതൽ ഉള്ളതിനാൽ ക്യാൻസർ വാർഡ് ആരംഭിച്ച് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുമെന്നും സ്റ്റാഫ് ക്വാർട്ടേഴ്സ്, ക്യാന്റീൻ എന്നിവ പുതുതായി ആരംഭിക്കുമെന്നും മേയർ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ടംകുളത്തി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജേക്കബ് പുലിക്കോട്ടിൽ, ML റോസി, അജിത വിജയൻ, MR റോസിലി,
പി സുകുമാരൻ, കൗൺസിലർ കെ മഹേഷ്, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ, സെക്രട്ടറി ഇൻചാർജ് വി അച്യുതൻ തുടങ്ങി കോർപ്പറേഷൻ കൗൺസിലർമാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൗൺസിലർമാരുടെ രക്തദാനവും ഇതോടൊപ്പം നടന്നു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള കഴിഞ്ഞ് കൂടുതൽ വാർത്തകളിലേക്ക്. വാട്സാപ്പ് നയമാറ്റം ഞായറാഴ്ച മുതൽ നിലവിൽ വരുന്നു. വാട്സാപ്പ് ഉപഭോക്താക്കളുടെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിന് കൈമാറും. നയം അംഗീകരിക്കാത്തവർക്ക് വാട്സാപ്പിൽ തുടരാനാകില്ലെന്ന് സൂചന. സ്മാർട്ട് ഫോൺ ഉള്ളവരിൽ ഭൂരിഭാഗം പേരും വാട്സാപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ പരിധിയില്ലാതെ സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോകളും കൈമാറാവുന്ന വാട്സാപ്പ് ആപ്ലിക്കേഷന്റെ പുതിയ നയമാറ്റമാണ് ഇപ്പോൾ ആശങ്ക ഉയർത്തിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാതൃകമ്പനിയായ ഫേസ്ബുക്കിന് കൈമാറും എന്നതാണ് നയം. സെപ്റ്റംബർ 25 മുതൽ നയമാറ്റം നടപ്പാക്കുമെന്ന് കമ്പനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഗസ്റ്റ് 25-നാണ് നയമാറ്റം പ്രഖ്യാപിച്ചത്. ഫോൺ നമ്പർ എത്ര സമയം ഉപയോഗിച്ചു തുടങ്ങിയ വിശദാംശങ്ങൾ അറിയുന്നതിനു വേണ്ടിയാണ് ഇത് എന്ന് നയമാറ്റത്തിന്റെ കാരണമായി പറയുമ്പോഴും ആശങ്കകൾ ബാക്കിയാണ്. പുതിയ നയമാറ്റം അംഗീകരിക്കുന്നുവോ എന്ന ചോദ്യം എല്ലാ വാട്സപ്പ് നമ്പറിലും ലഭിച്ചു കഴിഞ്ഞു. അംഗീകരിക്കാത്തവർക്ക് വാട്സപ്പ് തുടർന്ന് ഉപയോഗിക്കാനാവുമോ എന്ന ആശങ്ക ബാക്കിയാവുന്നു. ഇതേസമയം സെപ്റ്റംബർ 25-ന് മുമ്പ് വാട്സപ്പ് വിട്ടുപോകുന്നവരുടെ വിവരങ്ങൾ ഫേസ്ബുക്കിന് കൈമാറരുതെന്ന് വാട്സപ്പ് അധികൃതരോട് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വാട്സാപ്പ് സന്ദേശങ്ങളും വാട്സാപ്പ് കോളുകളും നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ വാട്സാപ്പ് കോളുകളുടെ ലൊക്കേഷൻ പോലീസിന് പോലും ലഭ്യമാവുന്നില്ല. പല കേസുകളുടെയും അന്വേഷണത്തിൽ ഇത്തരം കോളുകൾ വഴിമുടക്കികളാവുകയാണ്. TCV, തൃശൂർ. തിരുവോണം ബമ്പർ ഫലം അറിയാനുള്ളവരുടെ ആധിക്യം മൂലം ലോട്ടറി സൈറ്റ് തകർന്നു. ബമ്പറിൽ സർക്കാരിന് ലഭിച്ചത് 100 കോടിയോളം രൂപ. ഓണം ബമ്പർ ഫലം അറിയാനുള്ളവരുടെ തള്ളിക്കയറ്റം മൂലമാണ് സർക്കാരിന്റെ ലോട്ടറി സൈറ്റ് തകർന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരേ സമയം ലക്ഷക്കണക്കിന് പേരാണ് സൈറ്റ് സന്ദർശിച്ചത്. ഇതോടെ സൈറ്റ് താറുമാറാവുകയായിരുന്നു. ഇത്തവണ തിരുവോണം ബമ്പർ നറുക്കെടുപ്പിൽ സർക്കാരിന് റെക്കോർഡ് വരുമാനമാണ് ലഭിച്ചത്. ഏറ്റവും അധികം തുക ഒന്നാം സമ്മാനമായി നൽകിയതും ഇത്തവണയായിരുന്നു 8 കോടി രൂപ. 69 ലക്ഷത്തിൽ പരം ബമ്പർ ടിക്കറ്റാണ് ഇത്തവണ വിറ്റഴിച്ചത്. ടിക്കറ്റ് ഒന്നിന് 200 രൂപയും. 1 മുതൽ 4 വരെയുള്ള സമ്മാനങ്ങൾ 48 പേർക്കാണ് ലഭിച്ചത്. ഇതിന് 14 കോടി 75 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചത്. 5 മുതൽ 10 വരെയുള്ള സമ്മാനത്തുക 1 ലക്ഷം മുതൽ 500 രൂപ വരെയാണ്. സമ്മാനത്തുക കഴിഞ്ഞും സർക്കാരിന് ലഭിച്ചത് 100 കോടിയോളം രൂപയാണ്. മറ്റു ടിക്കറ്റുകളെക്കാൾ വൻ സ്വീകാര്യതയാണ് ഓണം ബമ്പറിനുള്ളത്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ മലയാളികൾക്കിടയിൽ പോലും ടിക്കറ്റിന് ആവശ്യക്കാരുണ്ടായിരുന്നു. TCV, തൃശൂർ. ആർക്കും വേണ്ടാത്ത ഭാഗ്യക്കുറിയിൽ 2ാം സമ്മാനമായി ഭാഗ്യദേവത കടാക്ഷിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ലോട്ടറി വിൽപ്പനക്കാരായ തമിഴ്നാട് സ്വദേശി രാമലിംഗം. വെള്ളിയാഴ്ച നറുക്കെടുത്ത ഓണം ബമ്പറിന്റെ 8 2ാം സമ്മാനങ്ങളിലെ ഒരു ടിക്കറ്റായ TE 805900 എന്ന നമ്പറിലുള്ള ഭാഗ്യക്കുറിയിലൂടെയാണ് ചിദംബരം സ്വദേശിയായ രാമലിംഗത്തിന് 50 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചത്. രാമലിംഗം 60 വർഷത്തോളമായി ഗുരുവായൂരിലാണ് താമസം. അയ്യന്നൂർ സ്വദേശി സൈമണിന്റെയും ഇരുവരുടെ ബന്ധുവീടുകളിലെയും ജോലിയെടുത്താണ് ജീവിക്കുന്നത്. ജോലി കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ ലോട്ടറി വിൽപ്പനയുമുണ്ട്. പടിഞ്ഞാറെ നടയിലെ രാശി ലക്കി സെന്ററിൽ നിന്ന് 50ഓളം ബമ്പർ ടിക്കറ്റ് എടുത്തിരുന്നത് മുഴുവൻ വിറ്റുപോയതിനെ തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും 10 കൂടി എടുക്കുകയായിരുന്നു. ഈ ടിക്കറ്റിൽ 9 ടിക്കറ്റ് വിറ്റുപോയെങ്കിലും അവസാനം 2-0 വന്നതിനാൽ സമ്മാനാർഹമായ ടിക്കറ്റ് എടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. നറുക്കെടുപ്പ് ദിവസം ഉച്ചവരെ ഈ ടിക്കറ്റ് വിൽപ്പനയ്ക്കായി ഗുരുവായൂരിലും പരിസരത്തും നടന്നുവെങ്കിലും ഫലമുണ്ടായില്ല. വൈകിട്ട് പടിഞ്ഞാറെ നടയിലെത്തിയപ്പോഴാണ് ആരും എടുക്കാതെ തന്റെ കൈവശമുള്ള ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചതെന്ന് അറിഞ്ഞത്. തമിഴ്നാട്ടിൽ ഭാര്യയും മക്കളുമുള്ള രാമലിംഗം ലക്ഷപ്രഭുവായെങ്കിലും ഗുരുവായൂരിലെ ജോലി തുടരാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞു. 3 പെൺമക്കളുള്ളതിൽ 2 പേരെ വിവാഹം കഴിച്ചയച്ചു. താഴെയുള്ള മകളെ വിവാഹം കഴിച്ചയക്കാനും ഇളയ മകന്റെ എഞ്ചിനീയറിംഗ് പഠനത്തിനും തുക വിനിയോഗിക്കാനാണ് ആഗ്രഹമെന്നും രാമലിംഗം പറഞ്ഞു. UDF സർക്കാരിന്റെ ഭരണകാലത്ത് മുസ്രീസ് പൈതൃക പദ്ധതി ദിശമാറിപ്പോയെന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മുസ്രീസ് പൈതൃക പദ്ധതി പ്രവർത്തനത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി പദ്ധതി പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ മുസ്രീസ് പൈതൃക പദ്ധതി പൂർത്തിയാകേണ്ടതായിരുന്നു. എന്നാൽ നടത്തിപ്പിലെ വീഴ്ച മൂലം പദ്ധതി ലക്ഷ്യത്തിലെത്തിയില്ലെന്നും മന്ത്രി പറഞ്ഞു. പദ്ധതി നടത്തിപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. വീഴ്ചകൾ പരിഹരിച്ച് മുസ്രീസ് പൈതൃക പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോട്ടപ്പുറം, കോട്ട, ചേരമാൻ, ജുമാ മസ്ജിദ് എന്നിവ സന്ദർശിച്ച ശേഷം ഉന്നതതല സംഘം ജലമാർഗം പറവൂർ ചേന്ദമംഗലത്തേക്ക് പോയി. ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, ഡച്ച് അംബാസിഡർ അൽഫോൺസ് സ്റ്റോലിംഗ, മുസ്രീസ് പൈതൃക പദ്ധതി കൺസൾട്ടന്റ് ബെന്നി കുര്യാക്കോസ്, ഹേമചന്ദ്രൻ, ഷൈൻ തുടങ്ങിയവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദ് പുരാതന രൂപത്തിൽ പുനർനിർമ്മിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹായ വാഗ്ദാനം. പള്ളി സന്ദർശിച്ച ശേഷം ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്, ടൂറിസം മന്ത്രി AC മൊയ്തീൻ എന്നിവരാണ് മഹല്ല് ഭാരവാഹികൾക്ക് ഈ ഉറപ്പ് നൽകിയത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ പള്ളി മാത്രം നിലനിർത്തിക്കൊണ്ട് ഭൂഗർഭനില പണിയുന്ന പദ്ധതിക്ക് ആവശ്യമായ തുക അടുത്ത ബജറ്റിൽ വകയിരുത്തുമെന്ന് മന്ത്രിമാർ പറഞ്ഞു. മഹല്ല് സെക്രട്ടറി SA അബ്ദുൽ ഖയ്യൂം, അഡ്മിനിസ്ട്രേറ്റർ EB ഫൈസൽ എന്നിവർ ചേർന്ന് മന്ത്രിമാരെ സ്വീകരിച്ചു. അബുദാബിയിൽ ഹൃദയാഘാതം മൂലം തൃശൂർ സ്വദേശി മരിച്ചു. അന്തിക്കാട് മുറ്റിച്ചൂർ പള്ളിയമ്പലം വഴിയിൽ അറയ്ക്കൽ പരേതനായ ശേഖരന്റെ മകൻ 53 വയസ്സുള്ള ധർമ്മരാജൻ എന്ന മനോജാണ് ജോലിസ്ഥലത്ത് വെച്ച് മരിച്ചതായി വീട്ടുകാർക്ക് വിവരം ലഭിച്ചത്. എംബസിയുമായി ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും വളർത്തണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതല അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ നാഷണൽ സർവീസ് സ്കീമിനെയും ഉൾപ്പെടുത്തണമെന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ ടൗൺഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ മന്ത്രി VS സുനിൽകുമാർ, MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ബാബു സെബാസ്റ്റ്യൻ, ഡോക്ടർ K പ്രകാശൻ എന്നിവർ സംസാരിച്ചു. കേരളത്തിൽ അത്യപൂർവമായി മാത്രം വിജയം കണ്ടിട്ടുള്ള രക്തരഹിത ശസ്ത്രക്രിയ വഴി അമല മെഡിക്കൽ കോളേജിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചു. പൊന്നാനി കാട്ടിലകം വീട്ടിൽ സൽമയ്ക്കാണ് എൻഡോവാസ്കുലർ ബലൂൺ ഒക്കൻഷ്യൽ ഓഫ് അയോർട്ട ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തത്. അമ്മയും കുഞ്ഞും പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ശസ്ത്രക്രിയ നടത്തുവാനുള്ള അവയവത്തിലേക്ക് രക്തയോട്ടം നിർത്തിവെച്ച് രക്തസ്രാവം ഇല്ലാതാക്കിക്കൊണ്ടുള്ള നൂതന ചികിത്സാ രീതിയാണ് ഇത്. സൽമയുടെ പ്ലാസന്റ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വളർച്ച പ്രാപിക്കുകയും മൂത്രാശയത്തിലേക്കും ചുറ്റുപാടുമുള്ള ശരീരഭാഗങ്ങളിലേക്കും വളരുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള രോഗികൾക്ക് ശസ്ത്രക്രിയാ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാകാറുണ്ട്. ഗൈനക്കോളജി ഡോക്ടർമാരായ PS രമണി, ടോണി, ശോഭ വേണുഗോപാൽ, കാർഡിയോളജിസ്റ്റ് ഡോക്ടർ രൂപേഷ് ജോർജ്, യൂറോളജി ഡോക്ടർമാരായ ഹരികൃഷ്ണൻ, ബിനു ജോസ്, അനസ്തീഷ്യസ്റ്റ് ഡോക്ടർ ജോയ് ജോൺ എന്നിവർ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. വീണ്ടും ഒരു ഇടവേള. വാർത്തകളിലേക്ക് തിരികെ. 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബീഡി വലിക്കാൻ നിർബന്ധിച്ച് സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട കാട്ടൂർ അൽസാബ് CBSE സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹപാഠികളുടെ ക്രൂരതയ്ക്കിരയായത്. മൂന്നുപീടിക സ്വദേശിയായ മതിലകത്ത് വീട്ടിൽ അബ്ദുൾ റഹ്മാനാണ് സഹപാഠികളിൽ നിന്ന് മർദ്ദനമേറ്റത്. സ്കൂളിലെ 4 സഹപാഠികൾ ചേർന്ന് ബീഡി വലിക്കാൻ നിർബന്ധിക്കുകയും എതിർത്തതിനെ തുടർന്ന് മുഖത്ത് ബോക്സ് കൊണ്ട് അടിക്കുകയും ചെവിയിൽ കോമ്പസ് കൊണ്ട് കുത്തുകയുമായിരുന്നുവെന്ന് അബ്ദുൾ റഹ്മാൻ പറയുന്നു. പറഞ്ഞിട്ട് കുറെ ഭീഷണിപ്പെടുത്തി എല്ലാവരെയും പിടിച്ച് തല്ലി ചൂട്ടി കുട്ടി പിന്നെ തലക്കൊക്കെ അടിച്ചു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത്. സ്കൂളിലെ ഹോസ്റ്റലിൽ കഴിയുന്ന വിദ്യാർത്ഥിയെ മാതാപിതാക്കളെത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കാട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റ വിദ്യാർത്ഥി. UDF ഭരണകാലത്ത് ധനകാര്യവുമായി ബന്ധപ്പെട്ട അഴിമതി മൂലമാണ് നാളികേര സംഭരണ തുക കർഷകർക്ക് ലഭിക്കാൻ കാലതാമസം വരുന്നതെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേരം സംഭരിച്ച കേരഫെഡിന് 49 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് കുടിശ്ശിക നൽകേണ്ടത്. സഹകരണ ബാങ്കിൽ നിന്ന് 49 കോടി രൂപ വായ്പ അനുവദിച്ച് കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ധാരണ സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ്. നാളികേര കർഷകരുടെ നട്ടല്ലൊടിക്കുന്ന RCEP കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ഗീതാഗോപി MLA അധ്യക്ഷയായി. കേര അപെക്സ് സൊസൈറ്റിക്കുള്ള യന്ത്രസാമഗ്രികളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ നിർവഹിച്ചു. കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ MR സുഭാഷിണി വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ്, തളിക്കുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മാത്യു തയ്യൽ, കൃഷി ഓഫീസർ AA പ്രസാദ് എന്നിവർ സംസാരിച്ചു. 1,42 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചെലവഴിക്കുന്നത്. കോൺഗ്രസ് യുവ നേതാവ് ഹനീഫ കൊലക്കേസുമായി ബന്ധപ്പെട്ട് DGPക്ക് നൽകിയ വിവിധ പരാതികളിൽ ക്രൈംബ്രാഞ്ച് ആന്റി പൈറസി സെൽ SP PB രാജീവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ചാവക്കാട്ടെത്തി അന്വേഷണം ആരംഭിച്ചു. ചാവക്കാട് ഗസ്റ്റ് ഹൌസിൽ പരാതി നൽകിയവരെ വിളിച്ചുവരുത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഹനീഫയുടെ കൊലപാതകത്തിന് ശേഷം മേഖലയിൽ നടന്ന അക്രമ സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. ഹനീഫയുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. DYSP E ഇക്ബാൽ, SIമാരായ MG ജിംസ്റ്റൺ, GS രതീഷ് തുടങ്ങി 8 സംഘമാണ് അന്വേഷണ സംഘത്തിലുള്ളത്.
സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന് സപ്ലൈകോ നൽകിയ അരി സ്കൂളുകളിൽ എത്തിയില്ലെന്ന ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ വികസന സമിതി എ.ഡി.എമ്മിനെ ചുമതലപ്പെടുത്തി. മെഡിക്കൽ കോളേജിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ഒക്ടോബർ 6-ന് ജലവിതരണ വകുപ്പ് ജില്ലാ ഓഫീസർമാരുടെ യോഗം കളക്ടറേറ്റിൽ വിളിക്കാനും യോഗം തീരുമാനിച്ചു. പുസ്തക വിതരണത്തിൽ കുറവുള്ളവ ഉടൻ നൽകണമെന്ന് ബി.ഡി. ദേവസി എം.എൽ.എ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് നിർദ്ദേശിച്ചു. കുറ്റിപ്പുറം പാതയിൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കുന്നതിനുള്ള നടപടിയെടുക്കുക, മനവക, കാണം, വെറും പാട്ടം ഭൂമികൾ ജന്മമാക്കി മാറ്റാൻ സമർപ്പിച്ച അപേക്ഷകളിൽ സമയബന്ധിത തീർപ്പ് കൽപ്പിക്കുക തുടങ്ങി 5 പ്രമേയങ്ങൾ പി കെ ബിജു എം പി സമിതിയിൽ അവതരിപ്പിച്ചു. എം.എൽ.എമാരായ കെ.യു. അരുണൻ, മുരളി പെരുന്നല്ലി, കെ.വി. അബ്ദുൽ ഖാദർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, ടൂറിസം സഹകരണ മന്ത്രി എ.സി. മൊയ്തീന്റെ പ്രതിനിധി ടി.കെ. വാസു, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഗീത, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ സംസ്കൃത പണ്ഡിതനും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാവുമായിരുന്ന ഡോക്ടർ എം.എസ്. മേനോൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ എം.എസ്. മേനോൻ സ്മാരക പുരസ്കാരം മനോജ് മാതിരപ്പള്ളിക്ക് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ സമർപ്പിച്ചു. ഡോക്ടർ എം. ലീലാവതി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ എസ് കെ വസന്തൻ അധ്യക്ഷത വഹിച്ചു. അനുസ്മരണ സമിതി കൺവീനർ കെ. സത്യനാഥൻ, ചെയർമാൻ സി.ആർ. ദാസ്, ഡോക്ടർ ടി. കെ. നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ സേവന രംഗത്ത് 17 വർഷത്തെ പാരമ്പര്യവുമായി MCC കോളേജിന്റെ പുതിയ മന്ദിരം തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ശക്തൻ സ്റ്റാൻഡിന് സമീപം സൺ ഹോസ്പിറ്റലിനടുത്ത് മുണ്ടയൂർ ടവറിൽ MCC കോളേജ് ഓഫ് കമ്പ്യൂട്ടർ സയൻസിന്റെ പുതിയ മന്ദിരം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. മേയർ അജിത ജയരാജൻ അധ്യക്ഷത വഹിച്ചു. മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരുന്നു. MCC കോളേജിലെ മൾട്ടിമീഡിയ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമിന്റെ CD ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ണകൊളുത്തി പ്രകാശനം ചെയ്തു. കൗൺസിലർ വി. രാവുണ്ണി, MCC കോളേജ് മാനേജിംഗ് ഡയറക്ടർ ആനന്ദ് മുണ്ടയൂർ, പ്രിൻസിപ്പൽ N. രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സർക്കാർ സ്ഥാപനമായ CDITന്റെ PSC അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BCA, BA, BCom കോഴ്സുകളുമെല്ലാം വിദഗ്ധരായ അധ്യാപകരുടെ കീഴിൽ ISO സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനായ MCC കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9447417919. ജീവിതം സമ്മാനിച്ച കറുത്ത പാടുകൾ മായ്ച്ചുകളഞ്ഞ് ജീവിത കാൻവാസിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ഇവർ. തിരിച്ചറിവിന്റെ തെളിമയാർന്ന വർണ്ണക്കൂട്ടുകളാണ് രാമവർമ്മപുരം ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോമിലെ വെർലി ചിത്ര പ്രദർശനത്തെ വേറിട്ടതാക്കുന്നത്. ഇളം പ്രായത്തിലെ അറിവില്ലായ്മയിൽ നിന്ന് അതിജീവനത്തിന്റെ പുത്തൻ സാധ്യതകളിലേക്ക് ഉണരുകയാണ് ഒരു കൂട്ടം കുരുന്ന കലാകാരന്മാർ. രാമവർമ്മപുരം ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോമിൽ ഒരുക്കിയ പ്രദർശനം പുതിയ ജീവിത കാഴ്ചകളുടെ പ്രതീക്ഷ നിറഞ്ഞ ചിത്രങ്ങളാൽ സമ്പന്നമാണ്. പുരാതന കാലം മുതൽ ആദിവാസികൾക്കിടയിൽ പ്രചാരമുണ്ടായിരുന്ന കലാ ആവിഷ്കാരമാണ് വേർലി പെയിന്റിംഗ്. 1 മാസം കൊണ്ടാണ് ഈ ശൈലി ഇവർ പഠിച്ചെടുത്തത്. ഒബ്സർവേഷൻ ഹോമിലെ ചുവരുകളിൽ കഥാരൂപത്തിലാണ് ഇവർ ചിത്രക്കൂട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് PL സീന മുഖ്യാതിഥിയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് CR രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജിമാരായ ജോൺ കെ. ഇല്ലിക്കാടൻ, നിക്സൺ M. ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹത്തിൽ തങ്ങളും അംഗീകരിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധ്യം കുട്ടികളിൽ വളർത്തുന്നതിന്റെ ഭാഗമായാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളുടെയും ഒബ്സർവേഷൻ ഹോം അധികാരികളുടെയും ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു കലാ ആവിഷ്കാരം ഒരുക്കിയത്. വഴിതെറ്റിയെത്തുന്ന കുട്ടികൾക്ക് തണലും വഴികാട്ടിയുമായി മാറുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് മുറിവേറ്റ മനസ്സുകളെ കലയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നയിക്കുന്ന ഉദ്യമമൊരുക്കിയത്. TCV ന്യൂസ്, തൃശൂർ. ഒരു ഇടവേള കൂടി. വാർത്തകളിലേക്ക്. അണ്ടത്തോട് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവറെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് മാനന്തവാടി മണ്ണട്ടവീട്ടിൽ ജംഷീറിനെയാണ് SI VJ ജോണിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. അപകടം വരുത്തിയ ലോറി പോലീസ് കസ്റ്റഡിയിലാണ്. വ്യാഴാഴ്ച പുലർച്ചെയാണ് റോഡിൽ നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ച് ബൈക്ക് യാത്രികനായ തങ്ങൾപ്പടി പണിക്കവീട്ടിൽ ഷെരീഫ് മരിച്ചത്. മുക്കുപണ്ടം പണയം വെച്ച് ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് വൻ തട്ടിപ്പ് നടത്തിയ മുഖ്യപ്രതിയെ തൃശൂർ റൂറൽ SP R. നിശാന്തിയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട കോണത്തുകുന്ന് സ്വദേശി ഞാവേലിപ്പറമ്പിൽ അൻസാരിയാണ് അറസ്റ്റിലായത്. തനി സ്വർണത്തെ വെല്ലുന്ന വിധം മുക്കുപണ്ടം കൊണ്ട് വിവിധ മോഡലുകളിലുള്ള മാലകൾ നിർമ്മിച്ച ശേഷം മാലയുടെ കൊളുത്തു മാത്രം തനി സ്വർണത്തിൽ ഉണ്ടാക്കിയാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. പണയം വയ്ക്കാൻ സ്ഥാപനത്തിൽ എത്തുമ്പോൾ മാലയുടെ കൊളുത്തു മാത്രമാണ് ഉരച്ചു നോക്കാറുള്ളത്. ഇരിങ്ങാലക്കുട മേഖലയിലെ സ്വർണ്ണപ്പണയം വയ്ക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുരേഷ് ബാബു, ക്രൈംബ്രാഞ്ച് DYSP ബിജു K. സ്റ്റീഫൻ, ഇരിങ്ങാലക്കുട SI സുബീഷ്, ക്രൈംബ്രാഞ്ച് SI MP മുഹമ്മദ് റാഫി, ASI സുനിൽ, സീനിയർ CPOമാരായ CR പ്രദീപ്, P. ജയകൃഷ്ണൻ, CA ജോബ്, സൂരജ്, വി ദേവ്, ലിജു ഇയാനി എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു.
തീരദേശത്ത് കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിയ രണ്ടുപേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലയൂർ മുസ്ലിം വീട്ടിൽ ഷറഫുദ്ദീൻ, പാലയൂർ കടയങ്ങര സിജിത്ത് എന്നിവരെയാണ് ചാവക്കാട് SI MK രമേശ്, അഡീഷണൽ SI അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എടക്കഴിയൂർ, തിരുവത്ര എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കാൻ വേണ്ടിയാണ് ഇവർ എത്തിയത്. പോപ്പിൻസ് എന്ന പേരിൽ 500 രൂപയുടെ 60 കഞ്ചാവ് പൊതികൾ ഇവരുടെ കൈവശമുണ്ടായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാർ ഇവരെ പിടിച്ചു നിർത്തി പോലീസിനെ അറിയിച്ചു. പോലീസിനെ കണ്ടപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒരാൾ കടലിൽ ചാടിയെങ്കിലും പോലീസ് വഞ്ചിയിറക്കി ഇയാളെ പിടികൂടി. 2 മാസത്തിലേറെയായി പ്രവർത്തനരഹിതമായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ യന്ത്രം അടിയന്തരമായി പ്രവർത്തിപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് അനിൽ അക്കര MLA ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടു. യന്ത്രം പ്രവർത്തനക്ഷമമാകുന്നതുവരെ റേഡിയേഷന് വേണ്ടിയെത്തുന്ന രോഗികൾക്ക് എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിൽ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തണമെന്നും MLA ആവശ്യമുന്നയിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ യന്ത്രത്തിന്റെ പ്രവർത്തനം 2 മാസത്തിലേറെയായി നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദിവസേന ഇവിടെയെത്തുന്ന 150ഓളം രോഗികളെ മറ്റ് ജില്ലകളിലെ ആശുപത്രികളിലേക്കാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞുവിടുന്നത്. ഈ രോഗികൾക്ക് യാത്രാ സൗകര്യമോ മറ്റ് യാതൊരു സഹായമോ സർക്കാരോ മെഡിക്കൽ കോളേജ് അധികാരികളോ ഒരുക്കി കൊടുക്കുന്നില്ല. അതുകൊണ്ട് ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ മുൻകൈ എടുക്കണമെന്നും അനിൽ അക്കര MLA ആവശ്യപ്പെട്ടു. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ലിനാക് മെഷീന് 2 കോടിയും ടെലി കോബാൾട്ട് മെഷീന് 1 കോടി രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായെങ്കിലും ഈ തുക ലഭിക്കുന്നതിന് സ്പെഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നതിനുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ല. ആയതിനാൽ അടിയന്തരമായി സ്പെഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിന് അനുവദിച്ച തുക ലഭ്യമാക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. സിനിമയ്ക്കും ജീവിതത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഭാർഗവൻ പള്ളിക്കരയെക്കുറിച്ച് ഡോക്യുഫിഷൻ ഒരുങ്ങുന്നു. ഗുരുവായൂർ കമ്മ്യൂണിക്കേഷനു വേണ്ടി സഹയാത്രികൻ എന്ന പേരിൽ ചന്ദ്രൻ ചങ്കത്താണ് ഒരു പുരുഷായുസ് മുഴുവൻ കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഭാർഗവൻ പള്ളിക്കരയുടെ കഥ അബ്രപാളിയിലെത്തിക്കുന്നത്. 14-ാം വയസ്സിൽ ഹൈസ്കൂൾ തലത്തിൽ നടന്ന നാടക മത്സരത്തിനു വേണ്ടിയാണ് ഭാർഗവൻ പള്ളിക്കര ആദ്യമായി അരങ്ങിലെത്തിയത്. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നാടകവും സിനിമയുമായി മാറി. 83 വയസ്സ് പിന്നിട്ടപ്പോൾ അദ്ദേഹം അഭിനയിച്ചു കൂട്ടിയത് 100-ലധികം നാടകങ്ങളിലാണ്. അത്ര തന്നെ സിനിമകളിലും ചെറുതും വലുതുമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ജോഷിയുടെ സന്ദർഭം എന്ന സിനിമയുടെ 150-ാം ദിനാഘോഷ വേളയിൽ അണിയറയിൽ പ്രവർത്തിച്ചവരെയെല്ലാം പുരസ്കാരം നൽകി ആദരിച്ചപ്പോൾ ഭാർഗവൻ പള്ളിക്കരയും ആദരവ് ഏറ്റുവാങ്ങി. അരക്കള്ളൻ, മുക്കാക്കള്ളൻ, മഹായാനം തുടങ്ങി 10-ലധികം സിനിമകളിൽ പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സത്യനും പ്രേംനസീറിനുമൊപ്പമാണ് കൂടുതൽ വേഷങ്ങളും ചെയ്തിട്ടുള്ളത്. 10 വർഷം മുമ്പ് ഇറങ്ങിയ പോൾ ഞാറക്കലിന്റെ കടൽ എന്ന സിനിമയോടെ അഭിനയം നിർത്തി. തുടർന്ന് നാടകമെഴുത്തും സംവിധാനവും മാത്രമായി. 35-ലധികം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും 7 നാടകങ്ങൾ എഴുതുകയും ചെയ്തു. ഭാർഗവൻ പള്ളിക്കര എഴുതിയ ധൂമകേതു എന്ന നാടകത്തിൽ പ്രതാപ് ചന്ദ്രനും TG രവിയുമാണ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ധൂമകേതു പിന്നീട് പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങിയപ്പോൾ സാഹിത്യ അക്കാദമിയുടെ നിഘണ്ടുവിൽ ഇടം പിടിച്ചു. ഭാർഗവൻ പള്ളിക്കര കൈപ്പിടിച്ചുയർത്തിയ പലരും ഇന്ന് പ്രശസ്തരാണ്. പ്രശസ്തി ആഗ്രഹിക്കാതെ കലയെ മാത്രം സ്നേഹിക്കുന്ന ഇദ്ദേഹത്തിന്റെ മനസ്സ് കണ്ടറിഞ്ഞാണ് ഗുരുവായൂർ കമ്മ്യൂണിക്കേഷൻ ഡോക്യുഫിക്ഷൻ തയ്യാറാക്കാനായി മുന്നിട്ടിറങ്ങിയത്. മഞ്ജുലാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ KV അബ്ദുൽ ഖാദർ MLA ഡോക്യുഫിക്ഷൻ സ്വിച്ച് ഓൺ നിർവഹിച്ചു. പ്രായാധിക്യത്തിന്റെ അവശതയിലും നാടകത്തോടും സിനിമയോടുമുള്ള ഭാർഗവൻ പള്ളിക്കരയുടെ അടങ്ങാത്ത ആവേശം തൊട്ടറിഞ്ഞ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക കലാരംഗത്തെ ഒട്ടേറെ പ്രമുഖരാണ് ഈ സദ്യുദ്യമത്തിന് സാക്ഷികളാകാനെത്തിയത്. സതീഷ് ഗുരുവായൂർ സഹസംവിധാനം നിർവഹിക്കുന്ന ഡോക്യുഫിക്ഷന്റെ ഛായാഗ്രഹണം സാജൻ ആന്റണിയും സംഗീതം നിഖിൽ പ്രഭയുമാണ് നിർവഹിക്കുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടക്കഴിയൂർ കാജ കമ്പനിക്കടുത്ത് പുളിക്കൽ മുഹസിനെയാണ് SI MK രമേശ്, ASI അനിൽ മാത്യു, CPO സാബു, ഷജീർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. ജില്ലയിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ നിയമിക്കാത്തതിൽ പ്രതിഷേധമേറുന്നു. 6 മാസമായി DDയെ നിയമിക്കാത്തതുമൂലം വകുപ്പ് ജില്ലയിൽ കുത്തഴിഞ്ഞ നിലയിലാണെന്ന് KPSTA ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. സ്കൂൾ കായികമേള, ശാസ്ത്രമേള, കലോത്സവം എന്നിവ അടുത്തിരിക്കെ DD ഇല്ലാത്തതുമൂലം ജില്ലയിൽ ആലോചന യോഗങ്ങൾ പോലും നടക്കുന്നില്ലെന്നും KPSTA ആരോപിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് 3 പേർക്ക് പരിക്ക് പറ്റി. കാർ യാത്രക്കാരായ വെള്ളറക്കാട് പുത്തൻപീടികയിൽ മുത്തു, പൂവത്തിങ്കൽ നൌഷാദ്, ഇയാളുടെ 12 വയസ്സുള്ള മകൾ ഷഹന എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലത്ത് നിന്ന് വെള്ളറക്കാടുള്ള വിവാഹ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് ആക്രമണം.
അപകടമുണ്ടായത്. നെല്ലുവായി സെന്ററിന് സമീപം റോഡരികിലെ കാനയിൽ ചാടി സ്ലാബിലിടിച്ച കാർ നടുറോഡിൽ എതിർദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. റോഡരികിലെ മതിലിലും വൈദ്യുതി കാലിലും മറ്റും വാഹനങ്ങൾ ഇടിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സിക്ക പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ML റോസി ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി DMO ഡോക്ടർ VK മിനി അധ്യക്ഷയായിരുന്നു. സിക്ക വൈറസ് ബാധ മൂലം പനി തടയാൻ വീടുകളിലും ഫ്ളാറ്റുകളിലും കയറി കൊതുക് നശീകരണം അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തൃശൂരിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രക്ഷപ്പെട്ട പ്രതി പട്ടാമ്പിയിൽ പോലീസ് പിടിയിലായി. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്ന് തൃശൂർ CJM കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തട്ടിപ്പ് കേസിലെ പ്രതി കൊപ്രക്കളം സ്വദേശി പോക്കാക്കിലത്ത് അബ്ദുൽ ലത്തീഫാണ് പട്ടാമ്പിയിൽ നിന്ന് പോലീസ് പിടിയിലായത്. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺ നത്താലെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. ബിഷപ്പ് ഹൗസിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ, കൽദായ സുറിയാനി സഭാധ്യക്ഷൻ മാർ അപ്രേം, MLA-മാരായ അനിൽ അക്കര, അഡ്വക്കേറ്റ് K രാജൻ, മുൻ മേയർ IP പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 27-നാണ് ബോൺ നത്താലെ സാംസ്കാരിക നഗരിയിൽ അരങ്ങേറുക. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DEO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC പ്രസിഡന്റ് PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സൈജു L കോളേങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. AL ജോയ്, T കൃഷ്ണകുമാർ, CS മധുസൂദനൻ, TA ബാബുദാസ്, PK ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. നിയമന നിരോധനം പിൻവലിച്ച് ഒഴിവുകൾ നികത്തുക, പെൻഷൻ പ്രായം ഉയർത്തി ഏകീകരിക്കുക, സംരക്ഷിത അധ്യാപകർക്ക് മുടക്കമില്ലാതെ ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്ക് ജാതിയിലെ വിളംബരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ജില്ലാതല ചടങ്ങിൽ VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ മുരളി പെരുന്നല്ലി, BD ദേവസി, സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ശത്രുക്കളെയും രാജ്യദ്രോഹികളെയും സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന പ്രസ്ഥാനമായി രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ മാറിയെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ. ഇടതുപക്ഷ പാർട്ടികളുടെ ഐക്യമാണ് മോദി ഭരണത്തിന്റെ കണ്ണിലെ കരടെന്നും പന്ന്യൻ. സൗമ്യയുടെ ഘാതകൻ ഗോവിന്ദച്ചാമിയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെക്കുറിച്ചും പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ ക്രിമിനൽ മാഫിയ ബന്ധത്തെക്കുറിച്ചും അന്വേഷിക്കാൻ കോടതിയിൽ ഹർജി. ഇടതുപക്ഷം അനുദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി MLA. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തോറ്റിട്ടില്ലെന്നും മുന്നണിയാണ് തോറ്റതെന്നും കുഞ്ഞാലിക്കുട്ടി. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയുടെ ഭരണ ചുമതല കോർപ്പറേഷന് കൈമാറി. ആശുപത്രിയിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ ഉടൻ നടപടിയെടുക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. വാട്സാപ്പ് നയമാറ്റം ഞായറാഴ്ച മുതൽ നിലവിൽ വരുന്നു. നയം അംഗീകരിക്കാത്തവർക്ക് വാട്സാപ്പിൽ തുടരാനാകില്ലെന്ന് സൂചന. തിരുവോണം ബമ്പർ ഫലമറിയാനുള്ളവരുടെ ആധിക്യം മൂലം ലോട്ടറി സൈറ്റ് തകർന്നു. ബമ്പറിൽ സർക്കാരിന് ലഭിച്ചത് 100 കോടിയോളം രൂപ. UDF സർക്കാരിന്റെ ഭരണകാലത്ത് മുസ്ലിം പൈതൃക പദ്ധതി ദിശമാറിപ്പോയെന്ന് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. വീഴ്ചകൾ പരിഹരിച്ച് മുസ്ലിം പൈതൃക പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്